ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫില്ലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ മാർക്കറ്റിന്റെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. പക്ഷേ സന്തോഷിക്കാൻ വരട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ന്യൂസ് അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ഹർമൂസ് തടാകം, നമ്മുടെ ഷിപ്പുകൾ പോകുന്ന തടാകം വീണ്ടും ക്ലോസ് ചെയ്തിരിക്കണേ ഗൈസ്. അത് മാത്രമല്ല, ഇറാനും ഇനിയിപ്പോ അറ്റാക്ക് തുടങ്ങും. ഇസ്രായേൽ ഓൾറെഡി അറ്റാക്ക്, നമ്മുടെ ട്രംപിന്റെ രണ്ടാഴ്ചത്തെ സീസ് ഒന്നും കരുതലാക്കാതെ ഇസ്രായേൽ അറ്റാക്ക് ഓൾറെഡി ഇറാനെ ചെയ്തു കഴിഞ്ഞു. അപ്പോ ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത്, ഇനിയും ഈ ഉണ്ടായ ഈ ഗ്യാപ്പ് അപ്പ് മിക്കവാറും ക്ലോസ് ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ അതനുസരിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. കഴിയുന്നതും ഈ ഒരു ടൈമിൽ ഒരു സ്റ്റേബിൾ ആകുന്നവരെ ട്രേഡ് ചെയ്യാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയവർ മാത്രം കാൻഡിൽസ്റ്റിക് ഒക്കെ നോക്കി ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത് വെനസ്ഡേ ക്ലോസിംഗ് വന്നത് 24,010 ആണ് നമ്മുടെ വെനസ്ഡേ ക്ലോസിംഗ് വന്നത്. അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഫോൾ ഡൗൺ ആണ് ചെയ്തത്. ഇന്നത്തത് സംഭവിച്ചേക്കണം. ഇന്ന് മാർക്കറ്റ് ഫോൾ ചെയ്ത് വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ നമ്മളെ മാർക്കറ്റിൽ റിഫ്ലക്ഷൻ കാണിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ അതിന്റെ തലേ ദിവസം, അതായത് വെനസ്ഡേ ഉണ്ടായ ആ ഗ്യാപ്പ് അപ്പ്, അതായത് മെഷർമെന്റ് എടുത്ത് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 536 പോയിന്റ്സോളം ഉണ്ട്. ഞാൻ കറക്റ്റ് ഒന്ന് മെഷർ ചെയ്തോട്ടെ. ഞാൻ മാർക്കിങ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ചെയ്താ ഏകദേശം 600 പോയിന്റ്സോളം ഉള്ള ഗ്യാപ്പ് ഓക്കെ ഇപ്പോൾ പതുക്കെ ക്ലോസ് ആകാൻ തുടങ്ങും. നാളെ ചാൻസസ് ഓഫ് ഗ്യാപ് ഡൗൺ കാണുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ ഇനി വന്ന ദിവസങ്ങളിൽ ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ കരുതലോട് കൂടി വേണം ട്രേഡ് ചെയ്യാൻ. അനാവശ്യമായിട്ട് ഒരു അനാലിസിസ് ഇല്ലാതെ ട്രേഡ് എടുത്ത് നഷ്ടത്തിലോട്ട് പോകരുത്. അതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അനാലിസിസിലോട്ട് കിടക്കാം. അപ്പൊ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 23,766 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ സപ്പോർട്ടിന്റെ അടുത്ത് വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസിംഗ്. ബൈ സെൽ വാല്യൂ വന്നത് ഇന്ന് -222 പോയിന്റ്സ് ഡൗൺ, -0.93% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇത് മാർക്കറ്റിനെ അപേക്ഷിച്ച് ഓക്കെ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്. പക്ഷേ നാളെ കൂടി നമ്മൾ കാണണം. അതനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒന്നും മാറൂല, പക്ഷേ മൂവ്മെന്റ് കുറച്ച് വോളറ്റൈൽ അഗ്രസീവ് ആകാൻ ധാരാളം ചാൻസ് ഉണ്ട്. നമ്മുടെ ഗ്യാപ്പ് വന്നേക്കുന്നത്, നിഫ്റ്റിയിലെ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഏകദേശം 513 പോയിന്റ്സ് ആണ്. അതായത് 600 പോയിന്റ്സിന്റെ മേലെ ഉണ്ടായിരുന്നു. അതിപ്പോൾ 513 പോയിന്റ്സ്, നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 500 പോയിന്റ്സ് എന്നാ 500 പോയിന്റ്സ് ആണ് ഇനി ബാക്കി ക്ലോസ് ആകാനുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ഇപ്പൊ പറയേണ്ട കാര്യമില്ല, പക്ഷെ അവിടെ വന്ന് സൈഡ് വേസ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ബ്രേക്ക് ഔട്ട് ആവുന്നല്ല, നമുക്ക് നോക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,000 ആണ്. ഇവിടെ മാർക്ക് ചെയ്യാൻ 24,000 ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത്, 8 മിനിറ്റ് ഞാൻ 24,000 എന്ന് എഴുതിക്കോട്ടെ, ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. പിന്നെ സപ്പോർട്ട് വളരെയധികം ശ്രദ്ധിക്കുക, 23,400 ആയിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത്. ഇവിടെ കൊണ്ടുവരും. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസ് അനുസരിച്ച് നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഉള്ള കണ്ടീഷൻസ് ആണ് ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താലാണ് ഈ സപ്പോർട്ട് ഈ റെസിസ്റ്റൻസ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് പറയുന്നത് 23,400. ഇൻട്രാഡേ സപ്പോർട്ട് 1 ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ വന്ന് ഇതിന്റെ താഴെയുള്ള ലെവൽസിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കും. ജാഗ്രതയോടെ ഇരിക്കുക. കാര്യം നമ്മുടെ ഹോർമൂസ് തടാകം ക്ലോസ് ചെയ്തു. ഇനിയും പല പെട്രോളിന്റെ വില കൂടും, കുക്കിംഗ് ഗ്യാസ് കിട്ടാണ്ടാവും, പഴയ പ്രശ്നങ്ങളൊക്കെ വീണ്ടും വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു ശുഭ വാർത്തക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കാം. പക്ഷെ ട്രേഡിംഗ് പുട്ട് ഓപ്ഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്, ഷോർട്ട് സെല്ലിംഗ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാര്യം വോളറ്റൈൽ മാർക്കറ്റിലെ ഓപ്ഷൻ ബൈയിങ്ങോ ഓപ്ഷൻ ചെയ്യുമ്പോൾ അറിയാലോ, ഓപ്ഷൻ ബൈ കോൾ ആണെങ്കിൽ, ഓപ്ഷൻ ബൈ പുട്ട് ആണെങ്കിൽ, സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ തീറ്റടിക്ക് നല്ല കൂടുതലായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. സിറ്റുവേഷൻസ് ഗ്ലോബൽ മാർക്കറ്റിൽ നല്ലതല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വാറിന്റെ സിറ്റുവേഷൻ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് അനലൈസ് എപ്പോൾ ട്രേഡ് ചെയ്യണം, എപ്പോൾ ട്രേഡ് ചെയ്യേണ്ട, എപ്പോൾ കറക്റ്റ് ട്രേഡ് എടുത്ത് ഷോർട്ട് സെല്ലിംഗ് ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും സി എടുത്താലും കോൾ ഓപ്ഷൻ എടുത്താലും എങ്ങനെ ഹെഡ്ജ് ചെയ്യണം എന്നൊക്കെ ഈ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് നേടാവുന്നതാണ്, എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഒരു ബേസ് മുതൽ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ആണ് വരെയുള്ള കോഴ്സാണ് നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് കോഴ്സ്. 4199 ആണ് കോഴ്സ് പ്രൈസ്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബിനോക്കി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂള് 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സ് നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിന് ഈടാക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സമയത്ത് ഈ വാറിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് അനാലിസിസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കഴിയുന്നതും വാറിൽ നിന്ന് ഒഴിവായി നിൽക്കുക. അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് വെൽക്കം. നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് കോഴ്സ് പഠിച്ച് ലൈഫ് ടൈം കോഴ്സ് ആക്സസോട് കൂടി കോഴ്സ് പഠിച്ച് മാർക്കറ്റ് സ്റ്റഡി ആകുമ്പോഴേക്കും നിങ്ങൾക്കും പ്രൊഫഷണൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പ്രാപ്തരാകാം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് 1ഉം സപ്പോർട്ട് 2ഉം ഞാൻ മാർക്ക് ചെയ്തിരുന്നത് 54,000 ആയിരുന്നു. സപ്പോർട്ട് 2 മാർക്ക് ചെയ്തിരുന്നത്, സപ്പോർട്ട് 1 മാർക്ക് ചെയ്തത് 55,000 ആയിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 55,000 ബ്രേക്ക് ഔട്ട് ചെയ്താണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഗ്യാപ്പ് അപ്പ് ആ അപ്പ് മൂവ്മെന്റ് ഉണ്ടായിരുന്നത് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഇനി പറയാൻ പോണ ഇൻഡെക്സിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും അപ്പ് മൂവ്മെന്റ്, ഗ്യാപ്പ് അപ്പ് മൂവ്മെന്റ് നൽകിയത് ഗ്യാപ്പ് അപ്പിന് ശേഷം നടത്തിയ മൂവ്മെന്റ് തിരിച്ച് താഴത്തോട്ട് പോരുകയാണ് ഇപ്പോൾ മാർക്കറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാറിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇനി കൂടുതൽ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഉണ്ടാകാൻ നാളെ കൂടുതൽ ചാൻസസ് കൂടുതലാണ്. അത് രാത്രിയിലത്തെ എങ്ങനെയാണ് ന്യൂസസ് എന്ന് അറിയുന്ന പോലെ ഇരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അതും എഫക്ട് ആവുന്നത്. കാര്യം FII DII സെല്ലിംഗ് കൂടിയാലും മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകും. ഇന്ത്യയിൽ പ്രശ്നമില്ലെങ്കിലും ഗ്ലോബൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ സെക്ടറിലൊക്കെ എഫക്ട് ചെയ്യും ഇങ്ങനെ വാർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇന്ന് ക്ലോസിംഗ് വന്ന വാല്യൂ എന്ന് പറയുന്നത് 54,820 ആണ്. 54,820 ഇതാണ് ഇന്നത്തെ ഇൻട്രാഡേയിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ്. ബൈസെൽ വാല്യൂ വന്നത് 54,821.70, നെഗറ്റീവ് 882.20 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 1.58% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇതും ബെയറിഷ് മൂവ്മെന്റ് ആണ്, നല്ല ബെയറിഷ് മൂവ്മെന്റ് ആണ്. ഗ്യാപ്പ് താഴെ ഫോം ചെയ്ത ഗ്യാപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഞാനൊന്ന് മാർക്ക് ചെയ്തോട്ടെ. ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഇപ്പൊ മെഷർ ചെയ്യണേലും കൂടുതൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഇപ്പൊ കുറച്ചും കൂടി താഴത്തോട്ട് വന്ന് ക്ലോസ് ആയിട്ടുണ്ട്. 1766 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് ഉള്ളത്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 1766 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള അതിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി നോക്കാവുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതെന്ന് പറയുന്നത് 55,600 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 55 അല്ല, 56,600 എന്ന ലെവലാണ്. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതെന്ന് പറയുന്നത് 54,000 ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 54,000. ഈ ലെവല് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലാണ് ഈ ലെവല് ആപ്ലിക്കബിൾ ആകുക. ഈ ലെവല് ആപ്ലിക്കബിൾ ആകുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലാണ്. പക്ഷെ ഗ്യാപ്പ് ഡൗൺ ആയാൽ ദയവേത് എന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഐ ബട്ടണിലും അറ്റാച്ച് ചെയ്തേക്കാം. വീക്ക്ലി അനാലിസിസ് കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ സാറ്റർഡേ ചെയ്തിട്ടിട്ടുണ്ട്. അത് ദയവായി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ താഴ്ത്തോട്ടാണ് മൂവ്മെന്റ് എങ്കിൽ ആ താഴ്ത്തോട്ടുള്ള ലെവൽസും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ആ ലെവൽസ് ആയിരിക്കും ഇമ്പോർട്ടന്റ് ലെവൽസ് ആയിട്ട് വരുന്നത്. ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലുള്ള ലെവൽസ് ആണ്. ഓക്കെ, കൂടുതൽ ചാൻസ് ഗ്യാപ്പ് ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇനി അടുത്തത് ഫിൻ നിഫ്റ്റി. അതിലോട്ട് കടക്കണതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ നിഫ്റ്റി ഗെയിനേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ടോപ്പ് ഗെയിനർ ആയിട്ട് വന്നിരിക്കുന്ന ഹിൻലാൽകോ, അതിന്റെ പുറകെ ബജാജ് ഓട്ടോ, ബെൽ, ഡോക്ടർ റെഡി, NTPC, മാക്സ് ഹെൽത്ത്, നെസ്ലെ ഇന്ത്യ, JSW Steel, TCS, കോൾ ഇന്ത്യ, ONGC, പവർ ഗ്രിഡ്, ടാറ്റ കൺസ്യൂമബിൾ, സിപ്ല, ടെക്കെം, അപ്പോളോ ഹോസ്പിറ്റൽ, HCL ടെക്, ടാറ്റ സ്റ്റീൽ, ITC, SBI ലൈഫ് എന്നിവയൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് വന്നിരിക്കുന്നത്. ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഏറ്റവും വലിയ ലൂസർ ഇൻഡിഗോ, അതിന്റെ തൊട്ട് പുറകെ ജിയോ ഫൈനാൻസ്, LT, ശ്രീരാം ഫൈനാൻസ്,
Eternal, HDFC Bank, Kodak Bank, SBI, ICICI Bank, M&M, Ultra Cement, Co, Titan, Bajaj Finance, Trent, Reliance, Bajaj Finance, SV, Infi, ആക്സിസ് ബാങ്ക്, HDFC ലൈഫ്, അദാനി പോർട്സ് എന്നിവയൊക്കെയാണ് നിഫ്റ്റിയുടെ ടോപ്പ് ലൂസേഴ്സ് വന്നിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ അറിയാം നമുക്ക് മാർക്കറ്റ് താഴത്തോട്ട് പോയ കാരണം നമുക്ക് ഗെയിനേഴ്സ് ആരുമില്ല, ബാക്കി എല്ലാവരും ലൂസേഴ്സ് ലിസ്റ്റിലാണ്. അതിനകത്ത് ഏറ്റവും വലിയ ലൂസർ വന്നിരിക്കുന്നത് ഇൻഡസ് ബാങ്ക് ആണ്. പിന്നെ HDFC ബാങ്ക്, കൊഡാക് ബാങ്ക്, SBI, ICICI ബാങ്ക്, PNB ബാങ്ക്, ആക്സിസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, AU ബാങ്ക്, യൂണിയൻ ബാങ്ക്, യെസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയൊക്കെയാണ് ടോപ്പ് ലൂസേഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കാം. അപ്പൊ സെക്ടർ വൈസ് നോക്കുവാണെങ്കിൽ എല്ലാ ഇൻഡെക്സസും പ്രത്യേകിച്ച് നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 100, നിഫ്റ്റി മിഡ് ക്യാപ് 150, നിഫ്റ്റി സ്മോൾ ക്യാപ് 100, നിഫ്റ്റി സ്മോൾ ക്യാപ് 250, നിഫ്റ്റി സ്മോൾ ക്യാപ് 400 ഇത് മാത്രമാണ് ഇത്രയെങ്കിലും ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്തത്. പക്ഷെ അത്ര വലിയ ബുള്ളിഷ് അല്ല. പെർസെന്റേജസ് നോക്കിയാൽ കാണാം 0.1, 0.2 ആ റേഞ്ചിലാണ്. 1%ന്റെ മുകളിൽ ഒന്നും വന്നിട്ടില്ല, 0.5ന്റെ മുകളിൽ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ബെയറിഷ് ആയിട്ട് പോയതാണ് കൂടുതലും നമുക്ക് കാണാവുന്നത് നിഫ്റ്റി 50, നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ്, നിഫ്റ്റി മൈക്രോ ക്യാപ്, നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500, നിഫ്റ്റി FPI 150, നിഫ്റ്റി 500 മിഡ് ക്യാപ് 50, 25, നിഫ്റ്റി സ്മോൾ ക്യാപ് 50 ഇതെല്ലാം ഒന്നെങ്കിൽ 1%ന്റെ അടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ 0.5%ന്റെ അടുത്ത് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. 1%ന്റെ മുകളിൽ ബെയറിഷ് ആയിട്ടും ആരും മൂവ് ചെയ്തിട്ടില്ല. പക്ഷെ നാളെ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. സെക്ടോറിയൽ ഇൻഡസ്ട്രീസ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ബാങ്കിങ് സെക്ടർ 1%ന്റെ മുകളിൽ ബെയറിഷ് ആയിട്ട് കാണിച്ചു. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും 1%ന്റെ മുകളിൽ ബെയറിഷ് ആയിട്ട് കാണിച്ചു. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് 2550, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി PSU ബാങ്ക് ഇതെല്ലാം 1%ന്റെ മുകളിലാണ് ബെയറിഷ് ആയിട്ട് കാണിച്ചത്. നിഫ്റ്റി മെറ്റൽ മാത്രം ഇന്ന് നല്ല പെർഫോമൻസ് കാണിച്ചു. ഓഫ്കോഴ്സ് ഇങ്ങനെയുള്ള വാർ സിറ്റുവേഷനിൽ മെറ്റൽസിനും നമ്മുടെ എന്താ പറയാ ഡിഫൻസ് സെക്ടേഴ്സിനും നല്ല ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ബിഗിനർ ലെവൽ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ബിഗിനർ ലെവലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള യൂട്യൂബ് ആണ് എൻ്റെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഡിഫൻസ് സെക്ടേഴ്സിൽ വാർ ഒക്കെ വരുമ്പോൾ ഡിഫൻസ് മെറ്റൽ ഗൺസ് അങ്ങനെയുള്ള സെക്ടേഴ്സിലായിരിക്കും കൂടുതൽ ഹൈപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് എക്സ് ബാങ്ക്, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ്, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി FMCG ഒക്കെ 1%ന്റെ താഴെയാണ് ബെയറിഷ് ആയിട്ട് കാണുന്നത്. അതിനകത്ത് നിഫ്റ്റി മെറ്റൽ ആണ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ചത്. ഓക്കെ, ബാക്കി എല്ലാ സെക്ടേഴ്സും ബുള്ളിഷ് ആയിട്ട് കാണിച്ചെങ്കിലും 1%ന്റെ താഴെയാണ് ബുള്ളിഷ് ആയിട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഒക്കെ നടന്നെങ്കിലും ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് ഡൗൺഫോൾ കാണുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 25,686 എന്ന ലെവലിലാണ്. നമ്മൾ വരച്ചിരുന്ന വാല്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മാർക്കറ്റ് 26,500 ബ്രേക്ക് ഔട്ട് ആയില്ല. അതിന് മുമ്പ് തന്നെ നേരെ ഫോൾ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. എത്ര മുകളിലോട്ട് പോയി അത്ര തന്നെ ഫോൾ ഡൗൺ ചെയ്തു. അപ്പോൾ ഒരു ഫോളിംഗ് മാർക്കറ്റ് ആണ് നമ്മൾ ഇന്ന് കണ്ടത് ഫൈനാൻഷ്യൽ സർവീസസിൽ. അതാണ് ഫൈനാൻഷ്യൽ സർവീസസ് അല്ല, മൊത്തം ബാങ്കിങ് സെക്ടറിൽ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ കാണിച്ചപ്പോൾ ഗെയിനേഴ്സ് ലിസ്റ്റിൽ ആരും തന്നെ ഇല്ലാഞ്ഞത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇന്നത്തെ ക്ലോസിംഗ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 25,686 ആണ് തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഐസൽ വാല്യൂ വന്നിരിക്കുന്നത് 25,685.85, നെഗറ്റീവ് 367.20 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 1.41% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്യാപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് ക്ലോസ് ആയിട്ടുണ്ട്. ഇന്നലത്തെ വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള ഗ്യാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 768 പോയിന്റ്സ് ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ, 768 പോയിന്റ്സ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 25,685.85, നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് 367 പോയിന്റ്സ് ഡൗൺ. ഇത് നോട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ 150 to 200 പോയിന്റ്സ് ആണ് ആവറേജ് ഫിൻ നിഫ്റ്റിയുടെ അപ്വേർഡ് ആണെങ്കിലും ഡൗൺവേർഡ് ആണെങ്കിലും മൂവ്മെന്റ് വരുന്നത്, ആവറേജ് മൂവ്മെന്റ്. പക്ഷേ ഇത് 367 പോയിന്റ്സ് ഡൗൺ എന്ന് പറയുന്നത് നല്ല ബെയറിഷ് മൂവ്മെന്റ് ആണ് 1%ന്റെ മുകളിൽ. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി റെസിസ്റ്റൻസ് നോക്കാനുള്ള 26,000 ആണ് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് വരുന്നത്. 26,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താൽ പിന്നെ നോക്കാനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 25,400 ആണ്. 25,400 ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡൗൺഫോൾ മൂവ്മെന്റ് ഉണ്ടാവും. അല്ലാതെ തന്നെ നമുക്ക് ഏകദേശം തീരുമാനമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് മാത്രമല്ല, ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കാണുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ലെവല് മനസ്സിലാക്കി
ക്യാൻഡിൽസ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുക. കൺഫർമേഷൻസ് അറ്റ്ലീസ്റ്റ് ഡബിൾ കൺഫർമേഷൻസ് എങ്കിലും എടുക്കുക. കാര്യം ഇപ്പൊ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്ന ഡബ്ല്യു പാറ്റേൺ ആണ് ബ്രേക്ക്ഔട്ട് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ട് പോയത്. അതും മാർക്കറ്റിന്റെ പോസിറ്റീവ് ന്യൂസ്, വാർ 2 വീക്ക് സ്റ്റോപ്പ് ചെയ്തു എന്ന് വന്ന ഒരു പോസിറ്റീവ് ന്യൂസും കൂടി കൊണ്ടാണ് പോയത്. അല്ലാതെ എന്താ പറയാ വെറുതെ അത് ഒരു മൂവ്മെന്റ് ഉണ്ടായതല്ല. നമ്മുടെ FIIs നല്ലൊരു ബൈങ് നടത്തിയോടിക്കൊണ്ടാണ് ആ മൂവ്മെന്റ് ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അപ്പോ സെൻസെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറിയും കൂടിയായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. 76,500 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഗ്യാപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 76,650 ലാണ് മാർക്കറ്റിന്റെ നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 76,631.65, നെഗറ്റീവ് 931.25 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 1.20% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത്. ഇമ്പോർട്ടന്റ് ലെവലും കൂടിയാണ്. പണ്ട് അവിടെ നിന്നാണ് ഒരു ഡൗൺഫോൾ ഉണ്ടായത്. ഒരു ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ, ഒരു മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയാം. ഇത് 77,200 എന്ന ലെവൽ വരും. 77,200 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഇവിടെ കൊണ്ടാണ്. ഈ ലെവൽ വരുന്നത് 76,000 ആണ്. ശരിക്കും പറഞ്ഞാൽ 75,989 ഉണ്ട് കറക്റ്റ് എടുത്ത് അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 76,000 എടുക്കുന്നത്. 76,000 ഇതും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലുള്ള ലെവൽസ് ആണ് കേട്ടോ. ബ്രേക്ക് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ കൂടുതൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. ഇനി ഗ്യാപ്പ് അപ്പിന് ചാൻസ് കുറവാണ്. ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴോട്ടുള്ള ലെവൽസ് ദയവായിട്ട് അത് കണ്ടിട്ട് പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫർ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് കോഴ്സ് പഠിച്ച് മാർക്കറ്റ് സ്റ്റേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആകണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇമോഷണൽ ട്രേഡിംഗ് ഉള്ളവര്, മാർക്കറ്റിൽ ലോസ് വന്നവര്, ഇതൊക്കെ എങ്ങനെ ലോസ് തിരിച്ചു പിടിക്കാം എന്നുള്ളതൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കാര്യം നമ്മൾ കോഴ്സിൽ ആദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെ ലോസ് റിക്കവർ ചെയ്യാന്നുള്ളതാണ്. അതിന് ശേഷമാണ് പിന്നെ പ്രോഫിറ്റ് എങ്ങനെ നേടാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 4199 ലിമിറ്റഡ് ടൈമിലേക്ക് ആ പ്രൈസ് ഉണ്ടാവുള്ളൂ. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ആ കോഴ്സ് കരസ്ഥമാക്കുക. ലൈഫ് ടൈം കോഴ്സ് ആയിരിക്കും, 1 ടൈം പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളത്തെ അനാലിസിസ്ക്ക് അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.